ടീച്ചറെ ഒരു മിനിറ്റ് ഞെന്നേ. ചാച്ചി ടോം സോയറിലെ പഠിപ്പിക്കണേ, സർവത്ര അബദ്ധ. നൗ ദാറ്റ്സ് ടോം എന്നല്ല, നൗ ദാറ്റ് എന്നുള്ളത് ചേർത്ത് വായിക്കണം. അത് ഒറ്റ വാക്ക ആയതിനാൽ എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ ഡിം ഔട്ട്ലൈൻസ് ഓഫ് ദ ഹൈ ബാങ്ക്സ് ഓൺ ദ അതർ സൈഡ് എന്ന് വെച്ചാൽ ബാങ്ക് കെട്ടിടം എന്നല്ല, ബാങ്ക്സ് എന്ന് വെച്ചാൽ തീരങ്ങൾ എന്ന് അർത്ഥമുണ്ട്. പാവം കഥാകൃത്ത് ഉദ്ദേശിച്ചിരിക്കുന്ന തീരങ്ങൾ തന്നെയാ. You mind your own business. I'll look after it. അയ്യേ ടീച്ചറെ, അതും അബദ്ധമാ. ലുക്ക് ആഫ്റ്റർ എന്ന് വെച്ചാൽ സംരക്ഷിക്കുക എന്നാ. ഐ വിൽ ലുക്ക് ഇൻ ടു ഇറ്റ് എന്നാണ് പറയേണ്ടത്. Stupid. Don't teach me. I also have little knowledge about it. ഇപ്പൊ പറഞ്ഞ നിങ്ങളുടെ ടീച്ചറുടെ കാര്യത്തിൽ കറക്റ്റാ. ഐ ഹാവ് ലിറ്റിൽ നോളജ് എന്ന് വെച്ചാൽ എനിക്ക് അറിവില്ല എന്നാ സാരം. ഐ ഹാവ് എ ലിറ്റിൽ നോളജ്, അതാണ് എന്റെ കറക്റ്റ് പ്രയോഗം. Ramanathan, you don't have no business here. അയ്യോ വീണ്ടും തെറ്റില്ലോ ചേച്ചി. രണ്ട് നെഗറ്റീവ് ഒരുമിച്ച് പ്രയോഗിക്കാൻ പാടില്ല. യു ഹാവ് നോ ബിസിനസ്, അതുപോലെ. Shut up your bloody mouth. വീണ്ടും പഴിച്ചില്ലേ. നേരെ മൗത്ത് നോക്കി ഷട്ട് അപ്പ് യുവർ ബ്ലഡി മൗത്ത് എന്തിനാ? ഷട്ട് അപ്പ്, ദാറ്റ്സ് ഇനഫ്. മാഷ കൂടുതൽ ഷൈൻ ചെയ്യല്ലോ, ഇത് ഇവരുടെ സ്വന്തം സ്കൂളാ. സ്വന്തം സ്കൂളാന്ന് വെച്ചാൽ എന്ത് തോന്നിയ ദിവസം പഠിപ്പിക്കുന്ന നീ പൊടാർന്ന്. മാഷേ, ഈ ടീച്ചർക്ക് ഒന്നും അറിയില്ല. പെണ്ണല്ലേ, അഹങ്കാരം ഒന്ന് കുറയട്ടെ. അതെന്തിനാ? എനിക്ക് അവൾ ആവശ്യമുണ്ട്. അതെന്തിനാ? കല്യാണം കഴിക്കാൻ. അതെന്തിനാ? അതെന്താ? പ്രായപൂർത്തി അവരുടെ